നമസ്കാരം. ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ. വെട്ടിത്തിട്ടയിൽ +1 വിദ്യാർത്ഥിനി മരിച്ച നിലയിൽ കണ്ടെത്തി. കഴുത്തിലും ശരീരത്തിലും മുറിവുകൾ. അന്വേഷണം ശക്തമാക്കി പോലീസ്. ശബരിമല അയ്യപ്പസ്വാമിക്കുള്ള നിറപുത്തരിക്കുള്ള നെൽക്കതിർ സന്നിധാനത്തെത്തിച്ചു. തമിഴ്നാട്ടിൽ വിളയിച്ച അച്ചൻകോവിൽ ക്ഷേത്രത്തിൽ നിന്നാണ് നെൽക്കതിർ ശബരിമലയിലെത്തിക്കുന്നത്. 1 ലക്ഷത്തോളം രൂപ വില വരുന്ന പാൻ മസാലയുമായി ഒറീസ സ്വദേശി അറസ്റ്റിൽ. മധുര പുനലൂർ പാസഞ്ചറിൽ നിന്നാണ് പാൻ മസാല പിടിച്ചെടുത്തത്. വാർത്തകൾ വിശദമായി. +1 വിദ്യാർത്ഥിനിയെ വീടിന്റെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കഴുത്തിലും ശരീരത്തിലും മുറിവുകൾ കാണപ്പെട്ടു. പോലീസ് അന്വേഷണം ശക്തമാക്കി. പിറവന്തൂർ വെട്ടിത്തിട്ട നല്ലംകുളം കരിമൂട്ടിൽ ബിജു ബീന ദമ്പതികളുടെ മകൾ റിൻസി ബിജു ആണ് മരിച്ചത്. ശനിയാഴ്ച രാവിലെ മാതാവ് ബീനയാണ് സംഭവം ആദ്യം കാണുന്നത്. മുറിക്ക് 2 വാതിലുകളാണ് ഉള്ളത്. പുറത്തേക്കുള്ള വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് സംശയം തോന്നിയ ബീന അകത്തുനിന്നുള്ള വാതിൽ തുറന്നു നോക്കുകയായിരുന്നു. വസ്ത്രങ്ങളെല്ലാം അഴിഞ്ഞ നിലയിൽ കണ്ട മകളെ ബീനയാണ് എടുത്ത് കട്ടിലിൽ കിടത്തുന്നത്. പെൺകുട്ടിയുടെ കഴുത്തിലും ശരീരത്തും മുറിവുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. പുനലൂർ CI ബിനു വർഗീസിനാണ് അന്വേഷണ ചുമതല. ജില്ലാ പോലീസ് മേധാവി അജിത ബീഗം സ്ഥലം സന്ദർശിച്ചു. ശാസ്ത്രീയ പരിശോധനാ സംഘവും വിരലടയാള വിദഗ്ധരും വീടിനുള്ളിൽ പരിശോധനകൾ നടത്തി. മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി. കലഞ്ഞൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയാണ് റിൻസി. ആൻസിയാണ് സഹോദരി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. വെട്ടിത്തിട്ട ഗ്രാമം ശനിയാഴ്ച ഉണർന്നത് ഞെട്ടലോടെയാണ്. +1 വിദ്യാർത്ഥിനി റിൻസിയുടെ മരണം നാടിനെ നടുക്കി. +1 വിദ്യാർത്ഥിനിയായ റിൻസിയുടെ മരണവാർത്ത കേട്ടതോടെ ഗ്രാമം നടുങ്ങി. കൊലപാതകമാണെന്ന സംശയം ബലപ്പെട്ടതോടെ ആളുകളുടെ ഒഴുക്കും വർദ്ധിച്ചു. പിതൃസഹോദരി പുത്രിയുടെ വീട്ടിൽ നിന്നും രാത്രി 9 മണിയോടെയാണ് റിൻസി വീട്ടിലെത്തിയത്. പുലർച്ചെ മരിച്ചു കിടക്കുന്നതാണ് മാതാവ് കണ്ടത്. വെട്ടിത്തിട്ട ജംഗ്ഷനിൽ ഓട്ടോ ഡ്രൈവറായ ബിജുവിന്റെ മകളാണ് റിൻസി. സംഭവം അറിഞ്ഞ് കൊടിക്കുന്നിൽ സുരേഷ് MP, KB ഗണേഷ് കുമാർ MLA എന്നിവർ സംഭവസ്ഥലം സന്ദർശിച്ചു. കണ്ടപ്പോൾ അതിന്റെ കഴുത്തിൽ കാണുന്ന ഒരു അടയാളം അത് വലിയ സംശയങ്ങൾക്ക് ഇടവരുത്തുകയാണ്. അത് വളരെ ദുരൂഹമായ അടയാളമാണ് കാണുന്നത്. അപ്പോൾ അത് എന്തടയാളമാണ് എന്നതിനെ സംബന്ധിച്ചാണ്. അത് കത്തി കൊണ്ടുള്ളതാണോ, ബ്ലേഡ് കൊണ്ടുള്ളതാണോ, അതല്ല കയർ കൊണ്ടാണോ, അതല്ല തുണി കൊണ്ടാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് ഫോറൻസിക്കാരാണ് പറയേണ്ടത്. ഒറ്റനോട്ടത്തിൽ കാണുമ്പോൾ ഇത് ഏതെങ്കിലും തരത്തിലൊരു കൊലപാതകം ആണ് എന്നുള്ളതാണ്. ഒരു സ്വാഭാവിക മരണമായി നമുക്ക് ആർക്കും കാണാൻ കഴിയില്ല. അത് മാത്രമല്ല സ്വയം ചെയ്തായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല എന്നതാണ്. അപ്പോൾ അതൊരു ഒരു കൊലപാതകത്തിൻ്റെ ഒരു സൂചനയാണ് നമുക്ക് കാണുന്നത്. അതിന് ഇപ്പോൾ അന്വേഷണം വേണം. പോലീസിൻ്റെ അന്വേഷണം വേണം. അതല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം. തീർച്ചയായും ഇത് നാടിനെ ആകെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമാണ്. ഇതിൻ്റെ വസ്ത്രങ്ങളൊക്കെ മാറിയിരുന്നു. പക്ഷേ അമ്മയാണ് അതെല്ലാം ശരിയാക്കി വെച്ചത് എന്നുള്ളത്. അത് മെഡിക്കൽ പരിശോധന കഴിഞ്ഞാൽ അറിയാൻ പറ്റുന്നു. പോലീസ് ഇപ്പോൾ ഫോറൻസിക് വിദഗ്ധരും എല്ലാം വന്നിട്ടുണ്ട്. അവരെല്ലാം പരിശോധിച്ചെടുത്ത് വിരലടയാളങ്ങളെല്ലാം എടുക്കുന്നുണ്ട്. അവിടെയുള്ള എല്ലാ സാധനങ്ങളും വിശദമായ അന്വേഷണം ഇക്കാര്യത്തിൽ വളരെ കർശനമായ അന്വേഷണം ഉറപ്പുവരുത്തും. യാതൊരു സംശയവുമല്ല. മുമ്പ് 6 മാസം മുമ്പ് മാർച്ച് മാസം 8-ാം തീയതി ഒരു കുട്ടി അടുത്ത് തന്നെ ആത്മഹത്യ ചെയ്തു. +1 പഠിക്കുന്ന കുട്ടി. അതും ഇതുമായി ബന്ധപ്പെട്ട് അതും കൂടി അന്വേഷിക്കാനായിട്ട് പോലീസിന് DYSPക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും സമഗ്ര അന്വേഷണം നടത്തണമെന്നും ഇരുവരും ആവശ്യപ്പെട്ടു. ദുരൂഹ മരണങ്ങളും പീഡനങ്ങളും കൊലപാതകങ്ങളും പിറവന്തൂർ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പതിവായിരിക്കുകയാണ്. 3 മാസം മുമ്പാണ് വെട്ടിത്തിട്ട സ്വദേശിനിയായ +1 വിദ്യാർത്ഥിനി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടത്. ഒടുക്കം ആത്മഹത്യയാണെന്ന നിഗമനത്തിൽ എത്തുകയായിരുന്നു. വാഴത്തോപ്പിൽ ലോറി ഡ്രൈവറുടെ കൊലപാതകം തെളിയിക്കപ്പെട്ടെങ്കിലും കടയ്ക്കാമണ്ണിൽ 16-കാരി പ്രസവിച്ച സംഭവത്തിൽ ഇനിയും പ്രതിയെ പിടികൂടിയിട്ടില്ല. പുനലൂർ പത്തനാപുരം പോലീസ് സ്റ്റേഷനുകളുടെ അതിർത്തി പ്രദേശമായതിനാൽ പോലീസ് പട്രോളിംഗ് കാര്യക്ഷമമല്ലെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അഞ്ചൽ കരുകോണിലും കുറവന്തേരിയിലും LDFന്റെ കൊടിമരങ്ങൾ നശിപ്പിച്ച RSS BJP പ്രവർത്തകരെ പോലീസ് സംരക്ഷിക്കുന്നതായി ആരോപിച്ച് LDF പ്രവർത്തകർ അഞ്ചലിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും പ്രകടനവും സംഘടിപ്പിച്ചു. കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ S. ജയമോഹൻ ധർണ ഉദ്ഘാടനം ചെയ്തു.
LDF അലേമൺ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കരുകോണിലും കുറവൻതേരിയിലും LDF കൊടിമരങ്ങൾ നശിപ്പിച്ച BJP പ്രവർത്തകരെ പോലീസ് സംരക്ഷിക്കുന്ന നടപടിയാണ് കൈക്കൊള്ളുന്നത് എന്നാരോപിച്ചായിരുന്നു സമരം. ധർണ കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ S. ജയമോഹൻ ഉദ്ഘാടനം ചെയ്തു. RSSും BJPയും നാട്ടിൽ അക്രമം അഴിച്ചുവിടുകയാണെന്ന് അദ്ദേഹം ആരോപിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോർജ് മാത്യു, LDF നേതാക്കളായ PS സുബാൽ, KN വാസവൻ, G പ്രമോദ്, ലിജു ജമാൽ, M ഹംസ, VS സതീഷ്, ഷംനാദ്, ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ശബരിമലയിൽ നിറപുത്തരിക്കുള്ള നെൽക്കതിർ അച്ചൻകോവിൽ ക്ഷേത്രത്തിൽ നിന്നും സന്നിധാനത്തെത്തിച്ചു. തമിഴ്നാട്ടിലെ ദേവസ്വം സ്ഥലത്താണ് അയ്യപ്പനുള്ള നെൽക്കതിർ വിളയിച്ചെടുക്കുന്നത്. തമിഴ്നാട്ടിലെ പമ്പളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള വയലിൽ വിളയിച്ചെടുത്ത നെൽക്കതിരാണ് ശബരിമലയിൽ നിറപുത്തരിക്കായി ഉപയോഗിക്കുന്നത്. പ്രത്യേകം തയ്യാറാക്കിയ നെൽക്കതിർ അച്ചൻകോവിൽ ക്ഷേത്രത്തിലെത്തിച്ച് പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് ശബരിമലയിലേക്ക് കൊണ്ടുപോയത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ മേൽശാന്തിയിൽ നിന്നും നെൽക്കതിർ ഏറ്റുവാങ്ങി. പ്രത്യേകം സജ്ജീകരിച്ച വാഹനത്തിലാണ് നെൽക്കതിർ ഘോഷയാത്രയായി ശബരിമലയിലേക്ക് കൊണ്ടുപോയത്. അച്ചൻകോവിൽ നിന്നും പുറപ്പെട്ട ഘോഷയാത്രയ്ക്ക് കേരള തമിഴ്നാട് അതിർത്തി ഗ്രാമമായ കോട്ടവാസലിൽ കറുപ്പസ്വാമി ക്ഷേത്രം, പ്രസിദ്ധമായ ആര്യങ്കാവ് ക്ഷേത്രം, പുനലൂർ പുതിയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിലും സ്വീകരണം നൽകി. തുടർന്ന് പത്തനംതിട്ട ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളിലും നെൽക്കതിർ ഘോഷയാത്രയെ സ്വീകരിച്ചു. വൈകിട്ട് 5 മണിയോടെ നെൽക്കതിർ പമ്പയിലെത്തിച്ചു. അവിടെ നിന്നും വ്രതം നോറ്റ അയ്യപ്പന്മാർ തലച്ചുമടായി നെൽക്കതിർ സന്നിധാനത്തുമെത്തിച്ചു. ഞായറാഴ്ച രാവിലെ 5:40-നും 6:10-നും മധ്യേയുള്ള മുഹൂർത്തത്തിലാണ് ശബരിമലയിൽ നിറപുത്തരി ചടങ്ങുകൾ നടക്കുക. ക്ഷേത്രം തന്ത്രി കണ്ഠരര് രാജീവര്, മേൽശാന്തി TM ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാകും ചടങ്ങുകൾ നടക്കുക. ഇതേസമയം തന്നെ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും നിറപുത്തരി നടക്കും. ഒരു പുതിയ കാർഷിക സംസ്കാരത്തിന് തുടക്കം കുറിക്കുവാനാണ് അച്ചൻകോവിൽ നിന്നും നിറപുത്തരി ഘോഷയാത്രയും ക്ഷേത്രങ്ങൾ സന്ദർശിച്ച് പമ്പയിലെത്തി വ്രതാനുഷ്ഠാനമുള്ള ഭക്തർ കതിർക്കറ്റകളും ചുവന്ന് സന്നിധാനത്തിലെത്തിച്ച് നിറപുത്തരിക്ക് ആവശ്യമായ കതിർ ഭഗവാന്റെ മണ്ണിൽ നിന്ന് തന്നെ എത്തിക്കുന്ന ഈ ആഘോഷം. ലൈവ് വാർത്ത, തെന്മല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള മതപാഠശാലകളിൽ രാമായണ മത്സരങ്ങൾ ഞായറാഴ്ച നടക്കും. പുതിയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടക്കുന്ന ബോർഡ് തല മത്സരത്തിൽ സംസ്ഥാനത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുക്കും. പാറശാല മുതൽ വടക്കൻ പറവൂർ വരെയുള്ള മതപാഠശാലകളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും മതപാഠശാല പ്രവർത്തകരും പങ്കെടുക്കുന്നു. രാമായണ പാരായണം, പ്രഭാഷണം, പ്രശ്നോത്തരി, ഉപന്യാസം തുടങ്ങിയ വിഷയങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക. 4 ഭാഗങ്ങളായി തിരിച്ച് പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥ എന്ന വിഭാഗങ്ങളായി തിരിച്ചാണ് മത്സരം നടത്തുക. പ്രശ്നോത്തരി മത്സരത്തിൽ പൊതുജനങ്ങൾ ഉൾപ്പെടെ എല്ലാവർക്കും പങ്കുചേരുവാനുള്ള അവസരമുണ്ടാവും. രാമായണത്തെ അധികരിച്ച് മാത്രമായിരിക്കും പ്രശ്നോത്തരി മത്സരം നടക്കുക. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ രാമായണ മാസാചരണ സമാപന യോഗത്തിൽ വെച്ച് ഇതിൽ വിജയികളാകുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും മൊമെന്റോസും കൂടാതെ ആധികാരികവും അംഗീകൃതവുമായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സർട്ടിഫിക്കറ്റുകളും നൽകുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിൽ കേരളത്തിൽ ഉടനീളം നടന്നുവരുന്ന ആധ്യാത്മിക മതപാഠശാലകളെ ഏകോപിപ്പിച്ചാണ് ബോർഡിന്റെ നേതൃത്വത്തിൽ രാമായണ മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത്. രാമായണ പാരായണം, പ്രഭാഷണം, പ്രശ്നോത്തരി, ഉപന്യാസം എന്നീ മത്സരങ്ങളാണ് നടക്കുന്നത്. ബോർഡ് തലത്തിലാണ് മത്സരങ്ങൾ. ഞായറാഴ്ച രാവിലെ 9:30 മുതൽ പുനലൂർ പുതിയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടക്കുന്ന മത്സരങ്ങൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥ എന്നിങ്ങനെ 4 വിഭാഗങ്ങളിലായാകും മത്സരങ്ങൾ നടക്കുക. പാറശാല മുതൽ വടക്കൻ പറവൂർ വരെയുള്ള മതപാഠശാലകളിലെ വിദ്യാർത്ഥികൾ മത്സരത്തിൽ മാറ്റുരയ്ക്കും. ഓഗസ്റ്റ് 16 നടക്കുന്ന ബോർഡിന്റെ രാമായണ മാസാചരണ സമാപന സമ്മേളനത്തിൽ മത്സരത്തിൽ വിജയികളാകുന്നവർക്കുള്ള സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്യും. ലൈവ് വാർത്ത, പുനലൂർ. തൊളിക്കോട് ഗവൺമെന്റ് LP സ്കൂളിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് കോഴ്സ് ആരംഭിച്ചു. ലെറ്റ്സ് ടോക്ക് എന്ന പേരിൽ ആരംഭിച്ച കോഴ്സിന് മുതൽ എല്ലാ ശനിയാഴ്ചകളിലും ഉണ്ടായിരിക്കും. ശനിയാഴ്ച രാവിലെ 10-ന് LP സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ വാർഡ് കൌൺസിലർ K. രാജശേഖരൻ അധ്യക്ഷനായി. നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ ലെറ്റ്സ് ടോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു.
പൊതുവിദ്യാഭ്യാസ മേഖലയിൽ മുന്നോട്ട് വരാൻ പല സ്കൂളുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വലിയ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. പൊതുവിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളാകുമ്പോൾ യഥാർത്ഥത്തിൽ സാധാരണ ഒരു ശരാശരി വീട്ടുകാർക്കുണ്ടാവുന്ന ലാഭം തന്നെ ഭയങ്കരമാണ്. നമ്മളിപ്പം പൊതുവിദ്യാലയത്തിൽ കുട്ടികളെ വിടണം, അവരെ ജീവിതം അറിഞ്ഞ് വളർത്തണം എന്ന് പറയുന്നത് ഒരു കാര്യമാണ്, പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ നമുക്കറിയാം, ഇന്ന് അൺഎയ്ഡഡ് സ്കൂളുകളിലൊക്കെ ഒരു കുട്ടിയെ പഠിപ്പിക്കണമെങ്കിൽ LKG ഒരു കുട്ടിയെ കൊണ്ട് ചേർക്കണമെങ്കിൽ അതിന് ക്യാപിറ്റേഷൻ ഫീസുള്ള സംസ്ഥാനമാണ്. വലിയ പണച്ചെലവാണ് യഥാർത്ഥത്തിൽ ഈ അൺഎയ്ഡഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ പഠിക്കുമ്പോൾ നമുക്കുണ്ടാവുന്നത്. അപ്പോ പൊതുവിദ്യാലയങ്ങളിലെ നിന്ന് വ്യത്യസ്തമായി അൺഎയ്ഡഡ് സ്കൂളിനെ ആകർഷകമാക്കുന്നത് നമ്മുടെ കേരളത്തിലെ ഒരു ശരാശരി മലയാളി രക്ഷകർത്താവിന് ഈ കുഞ്ഞിനെ പഠിപ്പിച്ച് ഭാവിയിൽ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ ഇവർക്ക് ഇംഗ്ലീഷ് അറിയണം എന്ന് പറയുന്ന ഒരാഗ്രഹമാണ്. അപ്പൊ നമ്മുടെ ഈ കേരളത്തിലുള്ള ആളുകൾ യഥാർത്ഥത്തിൽ ജീവിക്കുന്നത് തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. ചടങ്ങിൽ PTA പ്രസിഡന്റ് V. രാജൻപിള്ള, PTA കമ്മിറ്റി അംഗങ്ങളായ ഹരി, രാധാകൃഷ്ണൻ, സുവർണകുമാർ, ബിജു, ചന്ദ്രശേഖരപിള്ള, ഹെഡ്മാസ്റ്റർ KG എബ്രഹാം, അധ്യാപകരായ രജനി, ഷിബി, ശ്രീലക്ഷ്മി തുടങ്ങിയവർ പങ്കെടുത്തു. 1 മുതൽ 4 വരെ ക്ലാസുകളിലെ കുട്ടികൾക്കായുള്ള കോഴ്സിൽ 75ഓളം കുട്ടികളാണ് ഇതിനോടകം ചേർന്നത്. അധ്യാപകരായ ഷാജിമോൻ, ജ്യോതി എന്നിവരാണ് ക്ലാസുകൾ നയിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മധുര പുനലൂർ പാസഞ്ചർ ട്രെയിനിൽ കടത്താൻ ശ്രമിച്ച 1 ലക്ഷത്തോളം രൂപ വില വരുന്ന പാൻ മസാല റെയിൽവേ പോലീസ് പിടിച്ചെടുത്തു. ഒറീസ സ്വദേശി അറസ്റ്റിൽ. ഒറീസ സ്വദേശി സുധാംശു ശേഖർ ലിങ്കയാണ് ശനിയാഴ്ച ഉച്ചയോടെ പാൻ മസാലയുമായി അറസ്റ്റിലായത്. പുനലൂർ റെയിൽവേ പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇയാളെ അറസ്റ്റ് ചെയ്തത്. ബാഗിൽ കടത്താൻ ശ്രമിച്ച 2000 പാക്കറ്റ് നിരോധിത പാൻ മസാലയാണ് പിടികൂടിയത്. കഴിഞ്ഞ 2 ആഴ്ചകളിലായി 8 കിലോഗ്രാമോളം കഞ്ചാവും റെയിൽവേ പോലീസ് മധുര പാസഞ്ചറിൽ നിന്നും പിടികൂടിയിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് വൻതോതിൽ കഞ്ചാവും പാൻ മസാലയും ട്രെയിനിലൂടെ കടത്തുന്നുണ്ടെന്നാണ് ഇതോടെ വ്യക്തമാകുന്നത്. റെയിൽവേ പോലീസ് ഇൻസ്പെക്ടർ സുനീഷ്, CPO സുജിത് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പാൻ മസാല പിടിച്ചെടുത്തത്. വീണ്ടും കഞ്ചാവും ലഹരി ഉൽപ്പന്നങ്ങളും പുനലൂർ റെയിൽവേ വഴി പാസ് ചെയ്ത് പോകാൻ ഏകദേശം കൊല്ലത്ത് നിന്ന് തുടങ്ങി കിളിക്കുല്ലൂർ വഴി കിളിക്കുല്ലൂർ ഇറങ്ങാനും കുണ്ടറ ഇറങ്ങാനും സാധ്യതയുണ്ടെന്നുള്ള വിവരം നമുക്ക് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ നമ്മുടെ പോലീസ് പാർട്ടി പുനലൂരിൽ നിന്ന് യൂണിഫോമിലും മത്തിയിലും റെയ്ഡ് നടത്തിയിരുന്നു. ഏകദേശം ആവണീശ്വരത്തിനും കുറയ്ക്കും ഇടയ്ക്കെത്തിയ സമയത്ത് ഒരു ഒറീസ സ്വദേശിയെ സംശയം തോന്നി പരിശോധിച്ചപ്പോഴാണ് ഏകദേശം നമുക്ക് ഈ 2000 പാക്കറ്റോളം വരുന്ന നിരോധിത ലഹരി ഉൽപ്പന്നങ്ങൾ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അയാൾ ഒറീസ സ്വദേശിയാണ്. പക്ഷേ ഇവിടെ കൊണ്ടുവന്ന് പുനലൂരിലെ പരിസര പ്രദേശങ്ങളിലുള്ള കടകളിൽ വലിയ വിലയ്ക്ക് വിൽക്കാൻ വേണ്ടിയാണ് കൊണ്ടുവരുന്നതെന്നും ഇത് വൻതോതിൽ സ്കൂൾ കുട്ടികളുടെ ഇടയിൽ പോലും ഉപയോഗം വ്യാപകമായിരിക്കുന്നതിനെ തുടർന്ന് വളരെ ശ്രദ്ധാപൂർവം നമ്മൾ നടത്തിയ റെയ്ഡിലാണ് ഇത് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. അഞ്ചൽ ഗവൺമെന്റ് ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിനായി അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് 1,35 ലക്ഷം രൂപ അനുവദിച്ചതായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജു സുരേഷ് അറിയിച്ചു. ആശുപത്രിയുടെ വികസനത്തിന് പഞ്ചായത്ത് അതീവ ശ്രദ്ധ ചെലുത്തുന്നതായും അവർ പറഞ്ഞു. അഞ്ചൽ ഗവൺമെന്റ് ആശുപത്രി കൂടാതെ കുളത്തൂപ്പുഴ CHC ഉൾപ്പെടെ പ്രധാനപ്പെട്ട 2 ആരോഗ്യ കേന്ദ്രങ്ങളാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധീനതയിലുള്ളത്. അതുകൊണ്ട് തന്നെ ബ്ലോക്കിന് വിട്ടുകിട്ടിയ സ്ഥാപനം എന്ന നിലയ്ക്ക് വാർഷിക പദ്ധതിയിൽ ഏറ്റവും നല്ല പരിഗണനയാണ് ഇത്തവണ അഞ്ചൽ ഗവൺമെന്റ് ആശുപത്രിക്കും അതുപോലെ കുളത്തൂപ്പുഴ CHCക്കും കൊടുത്തിട്ടുള്ളത്. പുതിയ ഒരു കെട്ടിട സമുച്ചയം അഞ്ചൽ ഗവൺമെന്റ് ആശുപത്രിക്ക് വരണം എന്ന ഒരു ആവശ്യം എല്ലാ ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു ആവശ്യം ഉയർന്നതിന്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ആ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ആ പരിഗണന കൊടുത്തുകൊണ്ട് ഇത്തവണ ബ്ലോക്ക് പഞ്ചായത്ത് പുതിയ പദ്ധതിയിൽ തന്നെ 1,35 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുള്ളത്. അത് പ്രധാനമായിട്ടും ഇപ്പോൾ അവിടെ അനുഭവിക്കുന്ന അസൗകര്യങ്ങൾ, പ്രധാനമായിട്ടും സ്ഥല സൗകര്യങ്ങളുടെ കുറവ്, അതുപോലെ തന്നെ ഉള്ള കുറെ പരിമിതികൾ ഇന്ന് ഹോസ്പിറ്റലിൽ നേരിടുന്നുണ്ട്. അപ്പോഴത് മനസ്സിലാക്കിക്കൊണ്ട് ആ പോരായ്മകൾ പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇത്തവണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പശ്ചാത്തല മേഖലയിൽ ചെലവഴിക്കേണ്ടതായിട്ടുള്ള 25% ബഹുഭൂരിപക്ഷം വരുന്ന തുകയായിട്ടുള്ള 1,35 ലക്ഷം രൂപയാണ് ഇത്തവണ വെച്ചിട്ടുള്ളത്. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ
അഞ്ചൽ ഗവൺമെന്റ് ആശുപത്രിയുടെ വികസനത്തിനായി 1,35,00,000 രൂപ മാറ്റിവെച്ചു. അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ വീർപ്പുമുട്ടുന്ന ആശുപത്രിയെ വികസനത്തിന്റെ പാതയിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിനാണ് ഫണ്ട് മാറ്റിവെച്ചിരിക്കുന്നത്. പുതിയ കെട്ടിട സമുച്ചയം നിർമ്മിക്കുകയും അത്യാധുനിക സൗകര്യങ്ങൾ അതിൽ ഒരുക്കുകയും ചെയ്യുക എന്നതാണ് ലക്ഷ്യമിടുന്നത്. ഇതിനായി അഞ്ചൽ, ഇടമുളയ്ക്കൽ, ഏരൂർ ഗ്രാമപഞ്ചായത്തുകളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഒരു ദിവസം ശരാശരി 1000-കണക്കിന് രോഗികൾ ഈ ആശുപത്രിയെ ആശ്രയിക്കുന്നുവെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവം ആശുപത്രിയുടെ പ്രവർത്തനത്തെ വീർപ്പുമുട്ടിക്കുന്നുണ്ട്. മതിയായ ഡോക്ടർമാരോ നഴ്സുമാരോ ആശുപത്രിയിൽ ഇപ്പോഴില്ല. ഇതിനെല്ലാം ഉടൻ പരിഹാരം കാണുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും പ്രസിഡന്റ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാന വാർത്തകളിലൂടെ വീണ്ടും. വെട്ടിത്തിട്ടയിൽ +1 വിദ്യാർത്ഥിനി മരിച്ച നിലയിൽ കണ്ടെത്തി. കഴുത്തിലും ശരീരത്തിലും മുറിവുകൾ. അന്വേഷണം ശക്തമാക്കി പോലീസ്. ശബരിമല അയ്യപ്പസ്വാമിക്കുള്ള നിറപുത്തരിക്കുള്ള നെൽക്കതിർ സന്നിധാനത്തെത്തിച്ചു. തമിഴ്നാട്ടിൽ വിളയിച്ച അച്ചൻകോവിൽ ക്ഷേത്രത്തിൽ നിന്നാണ് നെൽക്കതിർ ശബരിമലയിലെത്തിക്കുന്നത്. 1 ലക്ഷത്തോളം രൂപ വില വരുന്ന പാൻ മസാലയുമായി ഒറീസ സ്വദേശി അറസ്റ്റിൽ. മധുര പുനലൂർ പാസഞ്ചറിൽ നിന്നാണ് പാൻ മസാല പിടിച്ചെടുത്തത്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ലൈവ് വാർത്തകൾക്കും സന്ദർശിക്കുക. നമസ്കാരം.